നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചീരക്കറിയാണ്. സാധാരണ നമ്മൾ ചീര കൊണ്ട് തോരനും അവിയലും ഒക്കെ അല്ലേ തയ്യാറാക്കുന്നത്. ഇന്ന് നമുക്കൊരു കറി തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചീര, ഒരു 4-5 ചുവട് ചീര എടുത്ത് അതിൻ്റെ ഇല നമ്മൾ അരിഞ്ഞ് തണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 പിടി പരിപ്പ് വെള്ളത്തിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു സവാളയുടെ പകുതി, 4 പച്ചമുളക്, ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 4 വെളുത്തുള്ളി, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തക്കാളിയും പരിപ്പും എല്ലാം കൂടെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില, കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇതിനാവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 വിസിൽ വരുമ്പോൾ ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് വരും. പരിപ്പ് വേകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പം 3 വിസിൽ വന്ന് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തണുത്ത് വരട്ടെ. അപ്പം നമുക്ക് ചീരയൊക്കെ ഒന്ന് വറയിടാം. ഞാൻ ചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ കറി തയ്യാറാക്കണം. എങ്കിലേ അതിൻ്റെ തനതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയിൽ തന്നെ കറി തയ്യാറാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. 2 കറിവേപ്പില. ഇതിലേക്ക് ചീരയുടെ തണ്ടരിഞ്ഞാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. തണ്ടിനല്ലേ വേവ് കൂടുതൽ, എന്നാൽ ആദ്യം നമുക്ക് തണ്ടിട്ട് കൊടുക്കാം. തണ്ടൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. അതിന് ശേഷം നമുക്ക് ചീരയിൽ ഇല അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തണ്ടെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇല കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇലയെല്ലാം നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടി വെന്ത് വരണം. എണ്ണയിൽ തന്നെ വേണം നമ്മുടെ ചീരയില വാട്ടിയെടുക്കാനായിട്ട്. ഈ കറി നമുക്ക് തേങ്ങ അരയ്ക്കാതെയും കറി വയ്ക്കാം. അതിന് നമ്മൾ മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും ഉള്ളിയും എല്ലാം കൂടെ വറയിലിട്ടാൽ മതി. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഇട്ടൊന്ന് വാട്ടിയെടുത്ത് വെച്ചാൽ മതി. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കറി വയ്ക്കുന്നതിനാണ്. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങ അരച്ചത്. ഇലയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ. നമുക്ക് ചീരയിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ച് ലേശം ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത് വന്ന പരിപ്പും തക്കാളിയും എല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകേണ്ടത്, ഇതേപോലെ കിടക്കണം. അപ്പോൾ അത് കാണാനും ഒരു ഭംഗി തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ എല്ലാം കൂട്ടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കാരണം നമ്മൾ ചീര തോരൻ വെക്കുന്നതിലും അവിയൽ വെക്കുന്നതിലും ടേസ്റ്റാണ്. കാരണം ഇതിനാവശ്യമായിട്ടുള്ള പുളിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തക്കാളി കൂടെ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ആ തക്കാളിയും പരിപ്പും ഉള്ളി എല്ലാം കൂടെ വെന്തലിഞ്ഞ് നമ്മുടെ അരപ്പും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒത്തിരി അങ്ങ് വെള്ളം ചേർക്കരുത്. ഇതേപോലെ ഒരു കുഴമ്പ് പരുവത്തിലിരിക്കണം. അതില്ലേ, അരപ്പിൻ്റെ പച്ചക്കുത്തൽ മാറുന്നവരെ. അതിൻ്റെ അരപ്പിൻ്റെ ഒരു ചുവയുണ്ടല്ലോ, പച്ച അരപ്പ്,
അതൊന്ന് ചൂടാകണം. ചൂടായാൽ മതി, ഒത്തിരി അങ്ങ് തിളച്ചു പോകണ്ട. അതുവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈയെടുക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചൂടാക്കി എടുക്കാം. ഈ സമയത്ത് ഇവിടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നല്ല ടേസ്റ്റ് ആയിട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ ചീര കൂട്ടാത്ത കുട്ടികൾ പോലും നമ്മൾ ഇതേപോലെ കറി വെച്ച് കൊടുത്താൽ അവർക്ക് ഇത് എന്താണെന്നറിയില്ല. ഇതിൻ്റെ കളർഫുൾ കാണുമ്പോൾ തന്നെ അവരതൊന്ന് കൂട്ടിക്കോളും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറിയെല്ലാം റെഡിയായി. നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. വളരെ പെട്ടെന്നല്ലേ, നമുക്ക് എത്രയും വേഗത ചീരയൊന്ന് അരിഞ്ഞെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. പിന്നെ കുക്കറിൽ ആ പരിപ്പൊന്ന് വേവിച്ചെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന്, ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ആകും, നമുക്ക് ഉച്ചയ്ക്കത്തെ ചോറിൻ്റെ കൂടെയുള്ള കറിയും ആകും. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കുകയാണ്. ഈ സമയത്ത് ഇച്ചിരി പച്ചക്കറിവേപ്പില വേണേൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വേപ്പില ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് വേപ്പില ഇടുന്നില്ല. സാധാരണ ഇലക്കറികൾക്ക് അങ്ങനെ അധികം കറിവേപ്പില ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക്